إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 65-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഫലാ എന്നാൽ ഇല്ല, വറബ്ബിക നബിയെ താങ്കളുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂന അവർ വിശ്വസിക്കുകയില്ല, അതായത് അവർ യഥാർത്ഥ വിശ്വാസികളാകുകയില്ല, ഹത്താ യുഹക്കിമൂക അവർ ഹത്താ ഏതുവരെ യുഹക്കിമൂക താങ്കളെ അവർ വിധികർത്താക്കളാക്കുന്നത് വരെ, ഫീമാ ശജറ ബൈനഹും അവർക്കിടയിലുള്ള ഭിന്നിപ്പിന്റെ കാര്യത്തിൽ, അവർക്കിടയിലുള്ള തർക്കവിതർക്കങ്ങളുടെ കാര്യത്തിൽ നബിയെ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ അവർ യഥാർത്ഥ വിശ്വാസികളെ ആകില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. തുമ്മ പിന്നെ ലാ യജിദു അവർ കണ്ടെത്തുകയില്ല ഫി അൻഫുസിഹിം അവരുടെ മനസ്സുകളിൽ ഹറജൻ ഒരു വിഷമവും കണ്ടെത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് അവരുടെ മനസ്സിൽ യാതൊരു മനപ്രയാസവും ഉണ്ടാകാൻ പാടില്ല. ഏതിൽ മിമ്മാ ഖളൈത നീ നിർണയിച്ചതിൽ, നീ വിധിച്ചതിൽ, നിന്റെ വിധിയിൽ യാതൊരു മനപ്രയാസവും ഉണ്ടാകാത്ത രൂപത്തിൽ നിന്നെ പരിപൂർണനായ ഒരു വിധികർത്താവായി അംഗീകരിക്കുന്നത് വരെ ഒരിക്കലും ആ മുനാഫിക്കുകൾ യഥാർത്ഥ വിശ്വാസികളെ ആകില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലെങ്കിൽ അതുപോലത്തെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഇത് ബാധകമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിധിയിൽ പൂർണ്ണമായി തൃപ്തിപ്പെടാത്തടുത്തോളം കാലം, മനസ്സിന് യാതൊരു വൈമനസ്യവുമില്ലാത്ത രൂപത്തിൽ അതിനെ പരിപൂർണമായി ഉൾക്കൊള്ളാത്തടുത്തോളം കാലം ആരും തന്നെ യഥാർത്ഥ മുഅ്മിനീങ്ങളായി മാറില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല വയുസല്ലിമു തസ്ലീമ, വയുസല്ലിമു അവർ കീഴൊതുങ്ങണം, തസ്ലീമൻ ഒരു കീഴൊതുക്കം, അത് പരിപൂർണമായ ഒരു കീഴൊതുക്കം അവർ അല്ലാഹുവിന് കീഴൊതുങ്ങണം. അതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെ തദനുസൃതമായി അനുസരിക്കുകയും വേണം എന്നൊക്കെയാണ് ഈ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുകയും ആ റസൂൽ നിർണയിച്ചു തന്നതിനെ കൃത്യമായി ഉൾക്കൊള്ളുകയും യാതൊരു മനപ്രയാസവും ഇല്ലാത്തടത്തോളം കാലം നാം ആരും യഥാർത്ഥ വിശ്വാസികളാകില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി വിശദീകരിച്ചു തരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.